Hi everyone, I am Urmila Gopan. I am here presenting the topic from Module 4 of Disaster Management, Soil Degradation. സോയിൽ ഡിഗ്രഡേഷൻ എന്നുള്ള ടേം നമുക്കറിയാം. അത് മീൻ ചെയ്യുന്നത് സോയിലിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം, ഫിസിക്കലാവാം, കെമിക്കലാവാം, ബയോളജിക്കൽ, ഇങ്ങനെ പല റീസൺസാൽ സോയിലിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് സോയിൽ ഡീഗ്രഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി മീൻസ് ദ ഡിക്ലൈൻ ഇൻ സോയിൽ ക്വാളിറ്റി വിച്ച് കംസ് അബൌട്ട് ഡ്യൂ ടു ആസ്പെക്ട്സ് സച്ച് ആസ് ഇംപ്രോപ്പർ ലാൻഡ് യൂസ്, agriculture and pasture, urban or industrial purposes. It involves the decline of soil's physical, biological and chemical states. അപ്പോൾ സോയിൽ ഡീഗ്രഡേഷൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഡിക്ലൈൻ ഇൻ സോയിൽ ഫെർട്ടിലിറ്റി, അഡ്വേഴ്സ് ചേഞ്ചസ് ഇൻ ആൽക്കലിനിറ്റി, അസിഡിറ്റി ഓർ സാലിനിറ്റി, അതാണ് കെമിക്കൽ ചേഞ്ചസ്, എക്സ്ട്രീം ഫ്ലഡിങ്, യൂസ് ഓഫ് ടോക്സിക് സോയിൽ പൊല്യൂട്ടൻസ്, ഇറോഷൻ ആൻഡ് ഡിറ്റററേഷൻ ഓഫ് സോയിൽ സ്ട്രക്ചറൽ കണ്ടീഷൻ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള സോയിലിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ്, അതിൻ്റെ കെമിക്കലായിട്ടുള്ള അസിഡിറ്റി, ആൽക്കലിനിറ്റി, സാലിനിറ്റി, അതിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനെ എല്ലാ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിയിലെ എല്ലാ മാറ്റങ്ങളെയും നമ്മൾ സോയിൽ ഡീഗ്രഡേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോയിൽ ഡീഗ്രഡേഷൻ എക്സസീവായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. നെക്സ്റ്റ്, കോസസ് ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു സോയിൽ ഡീഗ്രഡേഷൻ പല കാരണങ്ങൾ കൊണ്ടാവാം. അതിലൊന്നാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ there are several physical factors contributing to soil degradation distinguished by the manners in which they change the natural composition and structure of the soil. അത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റെയിൻഫോൾ, സർഫസ് റൺ ഓഫ്, ഫ്ലഡ്സ്, wind, erosion, tillage and mass movement result in the loss of fertile topsoil, thereby declining soil quality. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയ റെയിൻ, സർഫസ് റൺ ഓഫ്, ഇതൊക്കെ കാരണം സോയിലിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവാം. ഇതിനെയാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന സോയിൽ ഡീഗ്രഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഫിസിക്കൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന സോയിൽ ഡീഗ്രഡേഷൻ കാരണം നമുക്ക് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ക്വാളിറ്റിയാണ് നഷ്ടമാവുന്നത്. മെയിനായിട്ടും ഫെർട്ടിലിറ്റി ആയിരിക്കും നഷ്ടമാവുന്നത്. കാരണം മേളിലുള്ള മണ്ണൊക്കെ മഴ പെയ്യുമ്പോഴാണെങ്കിലും സർഫസ് റൺ ഓഫ് ഒക്കെ ആകുമ്പോൾ തന്നെ മേളിലുള്ള ആ ഒരു ലെയർ തന്നെ ഇല്ലാതാവുകയാണ് ഇറോഷൻ നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ഫെർട്ടിലിറ്റിനെയാണ് അത് കൂടുതലും ഫിസിക്കൽ ഫാക്ടേഴ്സ് ബാധിക്കുന്നത്. അടുത്തത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് റിഫേഴ്സ് ടു ദ ഹ്യൂമൻ ആൻഡ് പ്ലാന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ടെൻഡ് ടു റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസ് കാരണം സോയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയിലുണ്ടാവുന്ന ചേഞ്ചസ്. സം ബാക്ടീരിയ ആൻഡ് ഫംഗൈ ഓവർഗ്രോത്ത് ഇൻ ആൻ ഏരിയ ക്യാൻ ഹൈലി ഇമ്പാക്ട് ദ മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് ദ സോയിൽ ത്രൂ ബയോകെമിക്കൽ റിയാക്ഷൻസ്. അപ്പം ചില ഫംഗസ്, ബാക്ടീരിയ ഒക്കെ കാരണം സോയിലിൻ്റെ മൈക്രോബിയൽ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് ക്രോപ്പ് ഈൽഡൊന്നും നല്ലപോലെ കിട്ടില്ല, പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയും. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം നമുക്ക് ക്രോപ്പ് ഈൽഡ് കുറയും. അതാണ് മെയിനായിട്ട് സോയിലുണ്ടാവുന്ന എഫക്റ്റ്. മൈക്രോബിയൽ ആക്ടിവിറ്റി ഇല്ലാതാക്കുന്നു. അടുത്തത് കെമിക്കൽ ഫാക്ടേഴ്സ്. ദ റിഡക്ഷൻ ഓഫ് സോയിൽ ന്യൂട്രിയൻസ് ബിക്കോസ് ഓഫ് ആൽക്കലിനിറ്റി ഓർ അസിഡിറ്റി ഓർ സാലിനിറ്റി ഓർ വാട്ടർ ലോഗിങ് ആർ ഓൾ കാറ്റഗറൈസ്ഡ് അണ്ടർ ദ കെമിക്കൽ കമ്പോണൻസ് ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ. അപ്പം കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സോയിലിൻ്റെ ആൽക്കലിനിറ്റി, അസിഡിറ്റി, സാലിനിറ്റി, വാട്ടർ ലോഗിങ്, ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന ചേഞ്ചസ്, സോയിലിൻ്റെ ക്വാളിറ്റി ചേഞ്ചസ്. ഇത് കാരണം സോയിലിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ അനുസരിച്ചാണ് സോയിലിൻ്റെ ന്യൂട്രിയൻ ലെവൽ എന്തോരമാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കലായിട്ടുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് these chemical factors normally bring forth irreversible loss of soil nutrients and productivity capacity, such as hardening of iron and aluminum rich clay soils into hard pans. അപ്പോൾ ന്യൂട്രിയൻസ് ഇല്ലാതാവും കെമിക്കൽ ഫാക്ടേഴ്സ് കാരണം. അടുത്തത് ഡീഫോറസ്റ്റേഷൻ. നമുക്കറിയാം സോയിലിൽ അതിൻ്റെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി, അങ്ങനെ പല കപ്പാസിറ്റി ഉണ്ടാവാൻ കാരണം മരങ്ങളാണ്. മരത്തിൻ്റെ വേരുകൾ കാരണമാണ് ഇതൊക്കെ
പിടിച്ച് നിർത്തുന്നത്. അപ്പം ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ മരങ്ങളൊക്കെ ഇല്ലാതാവുമ്പോൾ ഈ ഹില്ലി ഏരിയാസ്, മലയുള്ള സ്ഥലങ്ങളിലൊക്കെ സോയിൽ ഇറോഷൻ ഉണ്ടാവും. ഈ മണ്ണിനെ പിടിച്ച് നിർത്തുന്ന മരങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോയിൽ ഇറോഷൻ ഉണ്ടാവും. അങ്ങനെ മാത്രമല്ല വെള്ളത്തിനെ പിടിച്ച് നിർത്താനുള്ള സോയിലിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറയും ഡീഫോറസ്റ്റേഷൻ കാരണം. നെക്സ്റ്റ്, മിസ്യൂസ് ഓർ എക്സസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. സോയിലിന് ഫെർട്ടിലൈസേഴ്സൊക്കെ ആവശ്യമാണ്, പക്ഷേ അതൊരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അതും ചീത്തയാണ്. അപ്പോൾ പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സോയിലിന് ആവശ്യമുള്ള പല ഓർഗാനിസത്തിനെയും ഇല്ലാതാക്കും, അതിനെ നശിപ്പിക്കും. അപ്പോൾ ഈ സോയിലിൻ്റെ ടെക്സ്ചറും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിലനിർത്തുന്ന കുറേ ഓർഗാനിസംസ് സോയിലുണ്ട്. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഹാംഫുൾ പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആവശ്യമുള്ള ഓർഗാനിസംസും സോയിലിൽ നിന്ന് ഇല്ലാതാവും. അപ്പോൾ അതുവഴി സോയിലിൻ്റെ സ്ട്രക്ചറിൽ തന്നെ മാറ്റങ്ങളുണ്ടാവാം. അടുത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ്. സോയിലിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന പൊല്യൂഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് ആക്ടിവിറ്റി കാരണമാണ്. അതിനൊരു എക്സാമ്പിളാണ് മൈനിങ് ഡിസ്ട്രോയ് crop cover and releases a myriad of toxic chemicals such as mercury into the soil, thereby poisoning it and rendering it unproductive for any other purpose. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ മൈനിങ് ആക്ടിവിറ്റീസ് കാരണം സോയിലിൽ മെർക്യൂറി പോലുള്ള ഹസാഡസ് മെറ്റീരിയൽസ് സോയിലിൽ വരും. അപ്പോൾ അതുവഴി പ്രൊഡക്ടിവിറ്റി ഒക്കെ വളരെ കുറയും, അത് പോയിസണസ് ആയിട്ട് മാറും സോയിലിൽ. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ മണ്ണിലോട്ട് വിടുകയും അങ്ങനെ സോയിലിൻ്റെ പ്രോപ്പർട്ടീനെ തന്നെ മാറ്റും, അതിൻ്റെ സോയിൽ ക്വാളിറ്റിയൊക്കെ ഇല്ലാതാക്കും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ മൈനിങ് ആക്ടിവിറ്റി സോയിലിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ മൊത്തത്തിൽ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇംപ്രോപ്പർ കൾട്ടിവേഷൻ പ്രാക്ടീസസ്. ചില കൾട്ടിവേഷൻ പ്രാക്ടീസസ് ആണ് കൂടുതലായിട്ടും മണ്ണിനെ ബാധിക്കുന്നത്. അതായത് എൻവയോൺമെൻറ്റിന് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള പല പ്രാക്ടീസസും സോയിലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട്. അതായത് ടില്ലേജ് ഓൺ അഗ്രികൾച്ചർ ലാൻഡ് അതൊരു മെയിൻ ഫാക്ടറാണ്. എന്ത് ചെയ്യും, സോയിലിനെ ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. അപ്പോൾ എന്ത് പറ്റും, സോയിൽ ഇറോഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോയിലിനെ ബൈൻഡ് ചെയ്തത് തടയും, അതുകൊണ്ട് ഫൈനർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. അപ്പോൾ ഇറോഷൻ വരുന്നത് കൂടും. അടുത്തതാണ് അർബനൈസേഷൻ. അർബനൈസേഷൻ ഹാസ് മേജർ ഇംപ്ലിക്കേഷൻസ് ഓൺ സോയിൽ ഡീഗ്രഡേഷൻ പ്രോസസ്. It denudates the soil's vegetation cover, compacts soil during construction and alter the drainage pattern. അതായത് ഇറ്റ് കവേഴ്സ് ദ സോയിൽ ഇൻ ആൻ ഇംപെർമിയബിൾ ലെയർ ഓഫ് കോൺക്രീറ്റ്. ഈ അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കോൺക്രീറ്റ് കൊണ്ട് മണ്ണിനെയൊക്കെ മൂടും. അപ്പോൾ ഡ്രെയിനേജ് പാറ്റേൺ തന്നെ മാറി മറിയും. അതായത് വെള്ളത്തിന് ഭൂമിയിലോട്ട് ഇറങ്ങാനുള്ളൊരു ചാൻസ് നഷ്ടപ്പെടും. ഈ സോയിലിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ലെയർ കൊണ്ട് മൂടിക്കഴിയുമ്പോൾ. പിന്നെ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഓയിൽ, ഫ്യൂവൽ ഇതെല്ലാം അർബൻ ഏരിയാസിൽ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം വന്ന് ചേരുന്നത് മണ്ണിലോട്ട് തന്നെയാണ് അവസാനം. അപ്പോൾ ഇത് മണ്ണിൻ്റെ പല ക്വാളിറ്റീനെ നഷ്ടപ്പെടുത്തും. ലാസ്റ്റ് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വന്നു കഴിയുമ്പോൾ പല കെമിക്കൽ പോയിസണസ് ആയിട്ടുള്ള സെഡിമെൻറ്റ്സ് ആയിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് മണ്ണിൽ തന്നെ കിടക്കും. അടുത്തതാണ് ഓവർ ഗ്രേസിങ്. ഓവർ ഗ്രേസിങ് എന്ന് പറയുമ്പോൾ സോയിൽ ഇറോഷൻ കൂട്ടും. അത് സോയിലിൻ്റെ ന്യൂട്രിയൻ ലെവൽ ലോസ് ആവാൻ കാരണമാവുന്നുണ്ട്. ഇത് കാരണം സോയിലിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയർ തന്നെ ഇല്ലാതാവും. അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ബ്രേക്ക് ഡൗൺ ആയി സോയിൽ ഇറോഷൻ റേറ്റ് കൂട്ടും. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ സോയിലിൻ്റെ ക്വാളിറ്റി തന്നെ കുറയും.
അടുത്തത് എഫക്ട്സ് ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ ആണ്. ഇത്ര നേരം നമ്മൾ കോസസ് ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ ആണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങളാണ് സോയിൽ ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നത്. ഇനി അതുകൊണ്ട് ഉണ്ടാവുന്ന കാരണം എന്തൊക്കെ എഫക്ട്സ് ആണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ ആണ് ലാൻഡ് ഡീഗ്രഡേഷൻ. സോയിൽ ക്വാളിറ്റി ഡിക്ലൈൻ ഈസ് വൺ ഓഫ് ദ മെയിൻ കോസ് ഓഫ് ദ ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ഈസ് കൺസിഡർഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ 84% ഓഫ് എവർ ഡിമിനിഷിങ് ആവറേജ്. അപ്പോൾ സോയിൽ ക്വാളിറ്റിയിലുണ്ടാവുന്ന ഡിക്ലൈൻ ആണ് ഈ ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്ന മെയിൻ കാരണം ഈ സോയിൽ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ സോയിൽ ഇറോഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോയിൽ ഇറോഷൻ വരുമ്പോൾ ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവും. പിന്നെ പൊല്യൂഷൻ കാരണം, കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, ഇതൊക്കെ കാരണം കുറേ ലാൻഡ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോകുന്നു. അപ്പോൾ എബൌട്ട് 40% വേൾഡ് അഗ്രികൾച്ചർ ലാൻഡ് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. കാരണം സോയിൽ ഇറോഷൻ, പൊല്യൂഷനൊക്കെ കാരണം അവിടെ പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ല, ക്രോപ്പ് ഈൽഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാരണങ്ങളാൽ ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് ഡ്രൗട്ട് ആൻഡ് അരിഡിറ്റി. ഡ്രൗട്ട് എന്ന് പറയുന്നത് വരൾച്ച ഉണ്ടാവാൻ ഒരു കാരണമാണ് സോയിൽ ഡീഗ്രഡേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഓവർഗ്രേസിങ് കാരണം ഈ സോയിൽ പാർട്ടിക്കിൾസ് ഫൈനായിട്ട് പോവും. അപ്പോൾ സോയിൽ ഇറോഷൻ ഉണ്ടാവും. ഈ സോയിൽ ഇറോഷൻ ഉണ്ടായിക്കഴിയുമ്പോൾ എന്താ, ഈ സോയിലിന് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് നഷ്ടമാവുക. ഇപ്പം മഴ പെയ്യുകയാണെങ്കിലും വെള്ളം ചുമ്മാ ഒഴുകി അങ്ങ് പോവുകയാണ്, അത് ഭൂമിയുടെ അടിയിലോട്ട് എത്തത്തില്ല. അപ്പോൾ ഈ മഴയില്ലാത്ത സമയത്ത് നമുക്ക് വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നഷ്ടമാവുന്നു ഈ പൊല്യൂഷൻ, ഓവർ ഗ്രേസിങ് കാരണമൊക്കെ. അപ്പോൾ മണ്ണിന് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവില്ലാതാവുമ്പോൾ അവിടെ ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നു. ഡ്രൗട്ട് അങ്ങനെയുള്ള ഇമ്പാക്ട്സ് ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നു. ഇനി ലോസ് ഓഫ് arable land. Because of soil degradation contributes to land degradation, it also means that it creates a significant loss of arable land. As stated earlier, about 40% of world's agricultural land is lost on the account of soil quality depreciation caused by agrochemical and soil erosion. Most of the crop production particles result in topsoil loss and damage of soil's natural composition that makes agriculture possible. അപ്പോൾ ഈ വെറ്റ് ലാൻഡ്സ് ഒക്കെ ഇത് കാരണം ഇല്ലാതാവുന്നു. സോയിൽ ഇറോഷൻ കാരണം, ഇങ്ങനെ പൊല്യൂഷൻസ് ഒക്കെ കാരണം വെറ്റ് ലാൻഡ്സ് ഇല്ലാതാവുന്നു. നമുക്കറിയാം അഗ്രികൾച്ചറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വെറ്റ് ലാൻഡ്സ് ആണ്. അത് വെള്ളത്തിനെ ഭൂമിയിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയും പിന്നെ അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അതില്ലാതാവുമ്പോൾ ഈ ക്രോപ്പ് ഈൽഡൊക്കെ കുറയുന്നു, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റാതാവുന്നു. ഈ വെള്ളം മഴക്കാലം അല്ലാതെ ചൂടുകാലങ്ങളിൽ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവുന്നു. ഇൻക്രീസിങ് ഫ്ലഡിങ്. Land is commonly altered from its natural landscape when it rid its physical composition from soil degradation. For this reason, transformed land is unable to soak up water, making flooding more frequent. അപ്പോൾ ലാൻഡിൻ്റെ കമ്പോസിഷൻ തന്നെ മാറി മറിയുമ്പോൾ, സോയിലിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ സോയിലിന് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇതിനെ ഭൂമിയിലോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവില്ലാതാവുകയാണ്. അപ്പോൾ ഫ്ലഡ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പൊല്യൂഷൻ ആൻഡ് ക്ലോഗിങ് ഓഫ് വാട്ടർവേസ്. മോസ്റ്റ് ഓഫ് ദ സോയിൽ eroded from the land together with the chemical fertilizers and pesticides utilized in the agriculture field are discharged into waterways and stream. അപ്പോൾ സോയിൽ ഇറോഷൻ നടക്കുമ്പോൾ എന്താ, അതിലുള്ള കെമിക്കൽസും പൊല്യൂട്ടൻസൊക്കെ എങ്ങോട്ട് വരും, മണ്ണ് ഇങ്ങനെ ഇറോഷൻ നടക്കുമ്പോൾ വാട്ടറിലോട്ടാണ് അത് ലാസ്റ്റ് വന്ന് എത്തുക. അപ്പോൾ സ്ട്രീംസിലും ഈ വെള്ളത്തിലൊക്കെ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് സൊല്യൂഷൻ ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ. റെഡ്യൂസിങ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഇല്ലാതായി കഴിയുമ്പോൾ തന്നെ സോയിൽ ഇറോഷൻ കുറയും. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് കൂടും മണ്ണിന്. അപ്പോൾ ഈ പറഞ്ഞ മിക്ക റീസൺസും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അടുത്തത് ലാൻഡ് റിക്ലമേഷൻ.
ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുമ്പോൾ സോയിലിന് പണ്ടുണ്ടായിരുന്ന അതിൻ്റെ നാച്ചുറൽ സ്ട്രക്ചറും കോമ്പോസിഷനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് സോയിൽ reclamation എന്നുകൊണ്ട് പറയുന്നത്. Soil land reclamation encompasses activities centered towards restoring the previous organic matter and soil's vital minerals. This may include activities such as addition of plant residue to degraded soil and improving range management. സോയിലിന് ആവശ്യമുള്ള മിനറൽസും വൈറ്റൽ ഓർഗാനിക്സ് ഒക്കെ നമ്മൾ സോയിലിൽ ഈ പൊല്യൂട്ടഡ് ആയി കിടക്കുന്ന സോയിലിൽ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇവഞ്ച്വലി അത് ന്യൂട്രിയൻ കണ്ടൻറ്റ് കൂടിയ സോയിലായിട്ട് മാറിക്കോളും പയ്യെ. Salinized soil can be restored by soil level correction reclamation project and salinity control. One of the simplest but most forgotten method of land reclamation is planting of vegetation such as trees, crops and flowers over the affected soil. ഈ സോയിലിൽ എഫക്റ്റഡ് ആയിട്ടുള്ള സോയിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ്സും ട്രീസൊക്കെ നട്ട് കഴിയുമ്പോൾ വീണ്ടും അതിന് പഴയ അതിൻ്റെ ഒരു സ്ട്രക്ചറിലോട്ട് വരാനുള്ള ഒരു ഇത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാച്ചുറൽ വേയിൽ തന്നെ ഇതിൻ്റെ പഴയ സ്ട്രക്ചർ നമുക്ക് തിരിച്ചു കിട്ടും സോയിലിൻ്റെ. Plants act as protective cover as they are helpful at making the soil stronger by stabilizing the land surface. പ്ലാന്റ്സും ട്രീസും ഒക്കെ ലാൻഡ് സർഫസിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അതിന് ഇപ്പോൾ ഫ്ലഡ് വന്നാലും ഈ ടോപ്പ് സോയിൽ ഇറോഷൻ ഉണ്ടാവാതെ അതിനെ പിടിച്ചു നിർത്തുന്നു സോയിലിനെ. പ്രിവെൻറ്റിംഗ് salinization. Just like the old adage states that prevention is better than cure, so thus the same concept applied to solving the worldwide problem of soil degradation through salinization. അതായത് പ്രിവെൻഷനാണ് ക്യൂറിനേക്കാളും ബെറ്റർ എന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് നമ്മൾ ഈ സോയിൽ ഡീഗ്രഡേഷനാളും എൻവയോൺമെൻറ്റിൻ്റെ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡിൽ വേണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വന്ന് കഴിഞ്ഞ് അതിനെ ശരിയാക്കാൻ നിൽക്കാതെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. The cost of preventing salinization are incredibly cheaper than the reclamation project in salinized areas. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ബാധിച്ച സ്ഥലങ്ങളിൽ salinization ബാധിച്ച സ്ഥലങ്ങളിൽ അതിനെ റിക്ലൈം ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിവെൻഷനാണ് എന്തിനും നല്ലത്. Consequently, actions such as reducing irrigation, planting soil-tolerant crops and improving irrigation efficiency will have high payoff because the input and the labor-demanding aspects associated with the reclamation project are zero. അപ്പോൾ soil-tolerant crops വെക്കുക, ഇറിഗേഷൻ എഫിഷ്യൻസി കൂട്ടുക, അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അഗ്രികൾച്ചർ മെത്തേഡ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും salinization. അടുത്തത് കൺസർവേഷൻ ടൈലേജ്. പ്രോപ്പർ ടൈലേജ് മെക്കാനിസം ഹോൾഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ വേ ഓഫ് അവോയ്ഡിങ് soil quality decline. This is otherwise known as conservation tillage, which means tillage mechanism targeted at marketing very minimal chances to the soil natural condition and at the same time improving the soil productivity. Examples include leaving the previous year crop residue on the surface to shield the soil from erosion and avoiding poor tillage methods such as deep ploughing. അപ്പോൾ കൺസർവേഷൻ ടൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്ത് കൃഷിയാണോ ചെയ്തത് ആ ക്രോപ്പിൻ്റെ വേസ്റ്റൊക്കെ ആ മണ്ണിൽ തന്നെ ഇടുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ ടോപ്പ് സോയിൽ ഇറോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് സോയിലിന് ന്യൂട്രിയൻസും മിനറൽസൊക്കെ കൊടുക്കുകയും ചെയ്യും. ഫെർട്ടിലിറ്റി കൂടിക്കോളും. സോയിൽ ഇറോഷനും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അങ്ങനെ ടൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് സോയിൽ ഇറോഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോയിൽ ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ സോയിലിൻ്റെ ക്വാളിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോയിൽ ഡെസേർട്ടിഫിക്കേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ഫോമിലുള്ളൊരു ലാൻഡ്, അതായത് ഇപ്പോൾ ഒരു വെറ്റ് ലാൻഡ് ആവാം, കുറച്ച് ഡ്രൈ ലാൻഡ് ആവാം, അല്ലെങ്കിൽ സെമി ഡ്രൈ ലാൻഡ് ആവാം. ഇങ്ങനെ ഉള്ള ഒരു ലാൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം ഡെസേർട്ടിഫിക്കേഷൻ സോയിലിൽ നടക്കുവാണെങ്കിൽ
അതിനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെസേർട്ട് മരുഭൂമി പോലെ ആയി പോവുകയാണെങ്കിൽ അതിനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യയിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ, ഭൂമിയിലുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ വെറ്റ്ലാൻഡ്സൊക്കെ ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം ഡെസേർട്ട് പോലെ ആയി പോകുന്നുണ്ട്. ഓവർ ഗ്രേസിംഗ് ആണ് ഈ ഡെസേർട്ടിഫിക്കേഷൻ്റെ മേജറായിട്ടുള്ള കോസ്. അതർ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഓവർ ഡ്രാഫ്റ്റിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഡീഫോറസ്റ്റേഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ടൈലേജ് പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ ദാറ്റ് place soils more vulnerable to wind. Desertification affects topsoil, groundwater reserves, surface runoff, human, animal and plant populations. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ മെയിനായിട്ടും ടോപ്പ് സോയിലിനാണ് എഫക്റ്റ് ചെയ്യുക. മേളത്തെ ഭാഗം ഭയങ്കര ഡ്രൈ ആയി പോവും. പിന്നെ ഗ്രൗണ്ട് വാട്ടർ റിസർവ് കുറയ്ക്കും. അതായത് മേളിൽ വെള്ളം വീണാലും ഈ മണ്ണിന് വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടമാവും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റിസർവ് കുറയും. പിന്നെ സർഫസ് റൺ ഓഫ് പെട്ടെന്ന് നടക്കും. ഈ മണ്ണ് ഫൈനായിട്ടായിരിക്കുന്നത്, ഓവർ ഗ്രേസിങ് കാരണം ഫൈനായി പോവും. അപ്പോൾ ഇറോഷൻ പെട്ടെന്ന് നടക്കും. പിന്നെ ഹ്യൂമൻ ആനിമൽ പോപ്പുലേഷൻസിനെ ബാധിക്കും. കാരണം ഡ്രൗട്ട് ഉണ്ടാവും, വരൾച്ച ഉണ്ടാവും. Water scarcity in dry lands limits the production of wood, crops, forage and other services that ecosystem provide to our community. അപ്പോൾ ഇങ്ങനെ വരൾച്ച ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്, അതെല്ലാം ഈ സോയിൽ ഡെസേർട്ടിഫിക്കേഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്. According to UNESCO, 1/3 of world surface land is threatened by desertification, and across the world it affects livelihood of millions of people who depend on the benefits of ecosystem that dry land provides. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതൊരു മേജർ ഇഷ്യൂ ആണ്. കോസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഓവർ ഗ്രേസിങ്, നേരത്തെ പറഞ്ഞു. ആനിമൽ ഗ്രേസിങ് ഈസ് എ ഹ്യൂജ് problem for many areas that are starting to become desert biomes. If there are too many animals that are overgrazed in certain spot, it makes it difficult for the plants to grow back, which hurts the biome and make it lose its former green glory. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനല്ലേ, മൃഗങ്ങളാണെങ്കിലും ഒരു ലാൻഡിൽ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രോപ്പ് അല്ലെങ്കിൽ ചെറിയ പുല്ലൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ അവിടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ ഒരു വെറ്റ്നെസ് ഇല്ലാതാവുന്നുണ്ട്. അതാണ് ഓവർ ഗ്രേസിങ്. ഈ ആനിമൽ ഓവർ ഗ്രേസിങ് കാരണം ഉണ്ടാവുന്നത്. ഇനി ഡീഫോറസ്റ്റേഷൻ. മരങ്ങളില്ലാതാവുമ്പോൾ സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതാവും, വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കഴിവില്ലാതാവും, സോയിൽ ഇറോഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ഫാമിംഗ് പ്രാക്ടീസസ്. ചില ഫാമിംഗ് പ്രാക്ടീസസ് ഓവർ ഗ്രേസിങ്ങിന് കാരണമാവും. പിന്നെ അതിൻ്റെ സോയിലിൻ്റെ ഈ ഫ്ലഫിംഗ് ഒക്കെ കാരണം സോയിലിൻ്റെ സ്ട്രക്ചർ മാറും. സോയിൽ പാർട്ടിക്കിൾസ് ഫൈനായിട്ട് മാറും. അങ്ങനെ സോയിൽ ഇറോഷനൊക്കെ ഉണ്ടാവാം. അർബനൈസേഷൻ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ലാൻഡ് ഡെവലപ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്ലാന്റ്സ് ലൈഫ് ഇല്ലാതാക്കും. കോൺക്രീറ്റ് കൊണ്ട് മണ്ണിനെ മൂടുന്നതും അങ്ങനെ പല കാരണങ്ങളും. ഈ ഓയില്, പൊല്യൂട്ടൻസ്, ഇതൊക്കെ കാരണം മണ്ണിൽ ചീത്തയായിട്ടുള്ള അതിനാവശ്യമില്ലാത്ത പൊല്യൂട്ടൻസൊക്കെ വന്ന് സോൾഡിഫൈഡ് ആയിട്ട് കിടക്കും. അതൊക്കെ ചീത്തയാണ്. അതൊക്കെ സോയിലിൻ്റെ വാട്ടർ അബ്സോർബിങ് സോക്കിംഗ് ക്വാളിറ്റി കുറയ്ക്കും. Climate changes plays a huge role in desertification. As the days get warmer, the periods of drought becomes more frequent. Desertification become more and more imminent. Unless climate change is slowed down, huge areas of land will become desert. Some of those areas may even become uninhabitable as time goes on. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു കാരണമാണ്. മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതെങ്കിൽ ഒരു ലാൻഡ് നമുക്കത് അവിടെ താമസിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോവും. Stripping the land of resources. If an area of land has natural resources like natural gas, oil or minerals, people will come in and mine it or take it out. This usually strips the soil of nutrients, which in turn kills the plant life, which in turn starts the process and towards become a desert biome as time goes on. അതായത് പെട്ടെന്നൊരു ദിവസം ഡെസേർട്ടായിട്ട് മാറുമല്ല. ഇപ്പം
മൈനിങ് നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടുത്തെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് പിന്നീട് അവിടെ വളരാനുള്ള ചാൻസസ് കുറവായിരിക്കും. അങ്ങനെ അത് ഇവൻച്വലി ഒരു ഡ്രൈ ഏരിയ, ഒരു ഡെസേർട്ട് പോലെ ആയി മാറും. Natural disasters. There are some cases where the land gets damaged because of natural disasters, including drought. In those cases, there isn't a lot that people can do except work to try and help rehabilitate the land after it has already been damaged by nature. അത് പല ഡിസാസ്റ്റേഴ്സ് കാരണം, അപ്പം വരൾച്ചയൊക്കെ കാരണം, അത് മനുഷ്യൻ്റെ ഇതല്ല, ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവൻച്വലി അതിനെ പഴയ രീതിയിലാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. എഫക്ട്സ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ. ഫാമിംഗ് ബിക്കം നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. ഡെസേർട്ടിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡ് പിന്നെ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. പിന്നെ ഹങ്കർ, ഫുഡ് ഉണ്ടായില്ലെങ്കിൽ, അഗ്രികൾച്ചർ ചെയ്യാതെ ഫുഡ് ഉണ്ടായില്ലെങ്കിൽ പോവർട്ടി, ഹങ്കറൊക്കെ കൂടും. ഫ്ലഡിങ്. വിത്തൗട്ട് ദ plant life in an area, flooding is lot more imminent. Not all deserts are dry. Those that are wet could experience a lot of flooding because there is nothing to stop the water from gathering and going all over the place. അപ്പോൾ ഫ്ലഡിങ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവും. കാരണം ഡെസേർട്ടിഫിക്കേഷൻ നടക്കുമ്പോൾ സോയിലിന് വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറയും. അപ്പോൾ ഫ്ലഡിങ്, വാട്ടർ ചുമ്മാ റൺ ഓഫ് ആവും, സോയിൽ ഇറോഷനും ഉണ്ടാവും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡിങ് നടക്കും. പിന്നെ വെള്ളത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മരങ്ങളോ ചെടികളോ ഒന്നും ഉണ്ടാവില്ല ഡെസേർട്ട് പോലെ ആയി കിടക്കുകയാണെങ്കിൽ. പുവർ വാട്ടർ quality. If an area becomes a desert, the water quality is going to become a lot worse than it would have been otherwise. This is because the plant life plays a significant role in keeping the water clean and clear. പ്ലാന്റ് ആണ് വാട്ടറിനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ മേജർ റോള് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സും ട്രീസും ഒന്നും ഇല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ടായിരിക്കും. ക്ലിയർ വാട്ടർ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഓവർ പോപ്പുലേഷൻ. When area starts to become desert, animals and people will go to other areas where they can eventually thrive. This causes crowding and overpopulation, which will in the long run end up continuing the cycle of desertification. അപ്പോൾ ഇപ്പോൾ കുറേ നാൾ ഒരു സൊസൈറ്റി ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഡെസേർട്ട് പോലെ ആയി, പിന്നീട് അവർ വേറൊരു സ്ഥലത്തോട്ട് മാറുന്നു. അവിടെ അങ്ങനെ ഇവൻച്വലി ഇത് ഇൻക്രീസ് ചെയ്ത് വരും, ഇങ്ങനെ ഡെസേർട്ടിഫിക്കേഷൻ. Poverty. All of the issues that we have talked about above can lead to poverty if it not kept in check. Without food and water, it becomes harder for people to thrive, and they take a lot of time to try and get the things that they need. Poverty ഉണ്ടാവാൻ ചാൻസ് ആണ്. അടുത്തത് സൊല്യൂഷൻസ് ഫോർ ഡെസേർട്ടിഫിക്കേഷൻ. പോളിസി ചേഞ്ചസ് റിലേറ്റഡ് ടു ഹൗ പീപ്പിൾ ക്യാൻ ഫാമിംഗ് പ്രാക്ടീസസ് കുറച്ചും കൂടി ഇമ്പ്രൂവ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രാക്ടീസസ് കൊണ്ടുവരണം ഫാമിങ്ങിൽ. Policies changes to other type of land use. If people are using the land to get natural resources or they are developing it for people to live on, then the policies that govern them should be one that will help the land to thrive instead of അതായത് ഇപ്പോൾ ഒരു മൈനിങ് ആണെങ്കിലും മനുഷ്യന് ആവശ്യമുള്ള റിസോഴ്സസ് ഒരു ലാൻഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് ചില പോളിസീസൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരണം. അതായത് ഇത്ര മിനറൽസ് ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, കാരണം വീണ്ടും അവിടെ പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെസേർട്ടിഫിക്കേഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ചില പോളിസീസൊക്കെ ഉണ്ടാവണം. പിന്നെ education. In developing countries, education is an incredibly important tool that need to be utilized in order to help people to understand the best way to use the land that they are farming on. By educating them on sustainable practices, more land will be saved and becoming desert. Technology advances. In some cases, it's difficult to try and prevent desertification from happening. In those cases, there need to be research and advancement in technology that push the limit of what we currently know. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ മാറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും അത് നാച്ചുറൽ, അത് ഹ്യൂമൻ ഇൻഹാബിറ്റൻ ഏരിയ ആക്കി മാറ്റാൻ ശ്രമിക്കാം. പുട്ടിങ് ടുഗദർ റീഹാബിലിറ്റേഷൻ എഫേർട്ട്. അപ്പോൾ
There are some ways that we can go back and rehabilitate the land we have already pushed into desertification. അതായത് ഡെസേർട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി, അതായത് ടൈം മണിയൊക്കെ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ലാൻഡിൽ തന്നെ നമുക്ക് താമസിച്ച് അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ട് അഗ്രികൾച്ചറൊക്കെ കൊണ്ടുവരാൻ പറ്റിയാൽ വീണ്ടും ഡെസേർട്ടിഫിക്കേഷൻ വേറൊരു സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് തടയാം, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ. Sustainable practices to prevent desertification from happening. There are plenty of sustainable practices that can be applied to those acts that may be causing desertification. By adding these to what we should do with land, we can ensure that we don't turn the entire world into a desert. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കുറേ പ്രാക്ടീസസ് ഈ ഡെസേർട്ടിഫിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് വേൾഡിനെ ഒരു ഡെസേർട്ടായി മാറ്റാതെ നോക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.